അതുപോലെ ഞാൻ 20 ദിവസം അവിടെ നടന്നു. ഓരോ ദിവസം ഓരോ ഘാട്ടിൽ പോയി കുളിച്ചു. എവിടെയാണ് ഈ CK വിനീതും ജോൺ ബ്രിട്ടാസും പറഞ്ഞ അഴുക്ക് കിടക്കുന്ന എവിടെയാണെന്ന് അന്വേഷിച്ച് നടന്നു. 50 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലെ കുംഭമേള നഗരി മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് ഒരു പേപ്പർ കഷ്ണം പോലും കാണാൻ പറ്റാതെ, ഒരഴുക്കും കാണാൻ പറ്റാതെ സ്വച്ഛമായി ഒഴുകുന്ന നദിയിൽ മനസ്സ് തുറന്ന് കുളിച്ചിട്ടാണ് ഞാൻ വന്നത്. പല തീർത്ഥങ്ങളിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ യാതൊരു തരത്തിലുള്ള അസുഖങ്ങളും വന്നിട്ടില്ല. കേരളത്തിലെ ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും ഫുഡ് പോയ്സൺ അടിക്കും എന്ന് അനുഭവത്തിലൂടെ ബോധ്യമുള്ള ഞാൻ അവിടെ വഴിയരികിൽ വിൽക്കാൻ വെച്ച ഒരു ഭക്ഷണത്തിൽ നിന്ന് ഞാൻ കിട്ടിയതെല്ലാം കഴിച്ചിട്ടുണ്ട്. 20 ദിവസം എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചിട്ടില്ല, പനി വന്നിട്ടില്ല, ജലദോഷം വന്നിട്ടില്ല, കഫക്കെട്ട് വന്നിട്ടില്ല. ഈ കുളിച്ച നദികളിൽ നിന്നൊന്നും തന്നെ CK വിനീതിൻ്റെ മനസ്സിന് ബാധിച്ച ചൊറി പോലും എനിക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ കുംഭമേളയുടെ ആ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പ്രേരകമായ ചില വാക്കുകളാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ജയരാജ് മിത്ര. അപ്പോൾ ഇത് പറയേണ്ടതാണ് എന്ന ബോധ്യത്തിൽ അതാത് അനുഭവങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് ചെയ്തത്. അതെൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവമാണ് എനിക്ക് ശാസ്ത്രം. അത് തള്ളിക്കളഞ്ഞാൽ ഞാൻ മണ്ടനാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്നും ഇത് വിശ്വസിച്ച് പോകാതിരിക്കുന്നവരെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ട പ്രേരണ ചെലുത്താൻ എൻ്റെ മനസ്സിൽ ആരോ തോന്നിപ്പിച്ചു. അതിനുവേണ്ടി എഴുതിയതാണ്. ഇനി കുറേ പേര്, ഞാൻ ആദ്യം വിളിച്ച ആൾക്കാർ തന്നെ കുംഭമേളയ്ക്ക് തിരക്കായിരിക്കുമെന്നും അവിടെ വൃത്തികേടായിരിക്കുമെന്നും പറഞ്ഞ് മാറി എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അവസാന സമയത്ത് അവിടെ വന്ന് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ച് എന്നെ വിളിച്ചു. കാരണം ഇനി കുംഭമേളയ്ക്ക് പോയി സ്റ്റാറ്റസ് ഇട്ടെങ്കിൽ മോശമാണെന്ന അവസ്ഥയിലേക്ക് സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ പലരും നടത്തിയ ശ്രമങ്ങളിൽ ഒരു ശ്രമമായിരുന്നു എൻ്റേതും. അത് വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ദിവസം 300ഓളം ആൾക്കാർ വരുന്ന അവസ്ഥയിലേക്ക് ടെൻറ്റ് വളർന്നു. 1.5 ലക്ഷത്തിലധികം ആൾക്കാർ നമ്മുടെ ടെൻറ്റിലൂടെ തന്നെ കടന്നുപോയി. പല രീതിയിൽ ഇൻഫർമേഷൻ വാങ്ങിയും താമസിച്ചും ഭക്ഷണം കഴിച്ചും കടന്നുപോയി. അപ്പോൾ കുംഭമേള എന്താണ് എന്ന് വേണമെങ്കിൽ ഞാൻ ഒരുപക്ഷെ എഴുതാത്തൊരു ഭാഗമാണ്. കുംഭം എന്ന് പറയുന്നത് കുടം എന്ന അർത്ഥത്തിലെടുത്താൽ പ്രകൃതിയിൽ ചില സമയത്ത് അമൃത് നിറയുന്ന ചില പ്രദേശങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പ്രയാഗ്രാജിനെ മൊത്തത്തിലൊരു കുംഭമായി എടുത്താൽ ആ കുംഭത്തിലെ അമൃതിൽ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം കുംഭങ്ങളാണ്. ഇതേ പ്രകൃതി തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പ്രപഞ്ചാകാശം തന്നെയാണ് നമ്മുടെ അകത്തുള്ള ആകാശം. നമ്മുടെ പ്രാണൻ ആ പരമമായ പ്രാണനിലേക്ക് ലയിക്കുന്നതാണ് മരണം. അത് ചിലർക്ക് മോക്ഷമാണ്, ചിലർക്ക് മരണമാണ്. അതേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളുടെ കുംഭത്തിനെ, ശരീരമാകുന്ന കുംഭത്തിനെ ആ വിശാലമായ കുംഭത്തിനോട് ചേർത്ത് നമ്മുടെ കുംഭത്തിനുള്ളിലും അമൃതിനെ സ്വീകരിക്കുന്ന ഒരു സമയമാണ് കുംഭമേള എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വരുന്നത്. ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് അമൃതിനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ പരമ്പരയിലെ മുഴുവൻ പിതൃക്കളെയും അവരാരാധിച്ച സകല ദേവതകളെയും അതിലേക്ക് ചേർക്കപ്പെടുകയാണ്. അതോടുകൂടി എനിക്ക് പിതൃബലവും ദേവതാബലവും ദേവതയ്ക്ക് തുല്യമായ അവസ്ഥയിലേക്ക് ഉയർത്താൻ കഴിയുന്നവനാണ് ഈ സങ്കല്പം അവർക്ക് അറിയുമെങ്കിൽ. ഇടാനാടിയും പിങ്കളനാടിയും അല്ലെങ്കിൽ സൂര്യനാടി, ചന്ദ്രനാടി തുടങ്ങിയ സംഭവങ്ങൾ സുഷുമനയും തുല്യമാവുകയും ശിവതുല്യരായി ഓരോ ശരീരവും മാറുന്ന ഒരു പ്രതിഭാസമാണ് കുംഭമേളയിൽ നടക്കുന്നത്. ഇത് അറിയുന്നവർ തന്നെയാണ് ഇതിനെതിരെ പ്രചരണം നടത്തുന്നത്. കാരണം ഇവിടെയുള്ള സനാതന സംസ്കാരം വിജയിക്കണം, അല്ലെങ്കിൽ അത് പഴയതുപോലെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കൃത്യമായി ഇടങ്ങളിലെത്തിയാൽ ഇവരെല്ലാം ഒരുമിച്ച് നിന്നാൽ വലിയ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ, അപകടമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ രാജ്യത്തിനെ നശിപ്പിക്കാൻ പറ്റില്ല, ജനങ്ങളെ കാശെടുത്ത് കക്കാൻ പറ്റില്ല, അത് നമ്മളുടെ കഞ്ഞൂടി മുട്ടും, അതായത് കള്ളം പറഞ്ഞുള്ള കഞ്ഞൂടി മുട്ടും എന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് ഇതിനെതിരെ പ്രചരണം നടത്തിയത്. അതിനെ ഫലപ്രദമായി നേരിടുക തന്നെയാണ് ചെയ്തത്. ആദ്യം എൻ്റെ അനുഭവത്തിൽ നിന്നും പറഞ്ഞാൽ ഫേസ്ബുക്കിലെ കുറിപ്പുകളിൽ അതിന് താഴെ മോശമായ ഭാഷയിൽ ആൾക്കാർ പ്രതികരിച്ചിരുന്നു, തെറി പറഞ്ഞിരുന്നു. ചനാദനം എന്നാണ് പറയുക, ചനാദനം. പിന്നെ ചാണകം എന്ന് പറയും. എനിക്ക് തോന്നുന്നു കർമ്മ ന്യൂസ് തന്നെ ചകാവ് എന്നൊരു വാക്ക് ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പ്രയോഗിച്ചതിന് എനിക്കെതിരെ ഫോണിൽ ചെറുതായിട്ട് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പരിഹാസ രൂപത്തിൽ ചകാവ പറഞ്ഞു, നിങ്ങൾ പഠിപ്പിച്ച വാക്കാണത്. ചനാദനം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ എന്ന വാക്ക് ഉച്ചരിക്കാൻ അറിയുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവർ കൊടുത്തതായിരിക്കാനാണ് സാധ്യത. കാരണം നിങ്ങൾ തന്നെയാണ് ചാണകം എന്നും ചനാദനം എന്നും പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചകാവ് തന്നെയായിരിക്കും ശരിയെന്ന് അവർ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ പുറകെ എന്നെ ഫോൺ വിളിച്ച് ഭീഷണി ഉണ്ടായിട്ടുണ്ട്, ഫേസ്ബുക്കിന് താഴെ. പക്ഷേ പതുക്കെ ഇവർക്കെല്ലാം കൃത്യമായ ഉത്തരം കൊടുത്ത് അവർക്ക് തെളിയിക്കാൻ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ മുന്നിലേക്ക് വെച്ചപ്പോൾ അവർ പതുക്കെ നിശബ്ദരാകുന്നത് നമ്മൾ കണ്ടു. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് നിന്നായിരുന്നു, വാചകങ്ങൾ കൊണ്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമെങ്കിൽ പിന്നീട് എനിക്ക് മറുപടി കൊടുക്കേണ്ട അവസ്ഥയില്ലാതെ മറ്റുള്ളവർ തന്നെ അതിൽ ഇടപെട്ട് ധൈര്യപൂർവ്വം പ്രതികരിക്കുന്നത് കണ്ടു. അപ്പോൾ സമൂഹം ഉണരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളെടുത്ത തീരുമാനമാണ് കുംഭമേളയ്ക്ക് പോകുന്നത് മോശമാണ് എന്നും അവിടെ തിരക്കിൽ അപകടങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള സ്ത്രീകളെയും അനിയത്തിയെയും സഹോദരങ്ങളെയും അച്ഛനമ്മമാരെയും എല്ലാം മുടക്കി വിലക്കി വെച്ച ഒരുപാട് വിപ്ലവ നേതാക്കൾ അവിടെ വന്ന്
ഇത് എന്താണെന്ന് അറിയാനാണ് എന്ന് പറഞ്ഞ് പുണ്യം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, സലീംകുമാർ പറഞ്ഞ ബിരിയാണി അഥവാ കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന മട്ടിൽ വന്നു പോയത് വലിയൊരു ജനവിഭാഗത്തിനെ പറ്റിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ അബദ്ധത്തിൽപ്പെട്ടവർക്ക് അതിൻ്റെ ഒരു പുണ്യം നൽകാൻ വേണ്ടി ത്രിവേണി തീർത്ഥത്തിൽ നിന്നും നമ്മൾ തീർത്ഥം ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് സ്വാമി ആനന്ദവനം ചെല്ലുന്ന സ്ഥലത്തെല്ലാം തന്നെ ആ തീർത്ഥം നമ്മൾ അവരെ തളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പർശം നിങ്ങൾക്ക് കിട്ടിയാൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ഉള്ളിലെ പരമ്പരയിലെ ദേവതകൾ മുഴുവൻ ഉണരുമെന്ന് നമുക്കറിയാം. അവർക്ക് അവിടെ തീർത്ഥത്തിൽ മുങ്ങിയ രുദ്രാക്ഷം പ്രസാദമായി കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ശിവഭഗവാൻ നിങ്ങളുടെ രുദ്രാക്ഷത്തിൻ്റെ കൂടെ നിങ്ങൾ വീട്ടിലേക്ക് എത്തുമെന്ന് പറയാം. അങ്ങനെ ഓരോ സനാതന ഗൃഹവും പഴയ രീതിയിൽ ശക്തമായ ഒരവസ്ഥയിലേക്ക്, ഓരോ മനസ്സും ദേവതയുടെ ആലയമാണ്, ഓരോ ഗൃഹവും ക്ഷേത്രവുമാണ്. ആ ക്ഷേത്രത്തിൽ നിന്നും ഉണ്ടാകുന്ന സംസ്കാരം നന്മയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്ന ബോധ്യത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൽ പ്രകൃതി സംരക്ഷണം തൊട്ട് നദീ സംരക്ഷണം തൊട്ട് എല്ലാ നന്മകളുടെയും സംരക്ഷണം ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനൊരുപാട് പദ്ധതികൾ അഖാഡ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് നടപ്പിലാക്കുന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ പൗർണമി കാവിൽ വന്നത് തന്നെ 51 അക്ഷര ദേവതകളെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാതൃരാജ്യം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാതൃഭാഷ തന്നെയാണ് അമ്മ. എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു ബീജവും എൻ്റെ അമ്മയുടെ ഒരു അണ്ടവും ചേർന്ന ഏകകോശം നടുമുറിഞ്ഞ് അപ്പോൾ എൻ്റെ പകുതി ശരീരം അച്ഛനും പകുതി ശരീരം അമ്മയുമാണ്. അപ്പോൾ അച്ഛനെയോ അമ്മയെയോ ധിക്കരിച്ചോ മോശം പറഞ്ഞോ അനാഥാലയത്തിൽ തള്ളിയോ ജീവിക്കുന്ന ഒരാൾക്ക് തൻ്റെ മുഴുവൻ ശരീരത്തിനെയും താൻ തിരസ്കരിച്ചതിനെ തുടർന്ന് ക്യാൻസർ വരും എന്ന ഉത്തമ ബോധ്യം അവന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ പ്രാധാന്യം വളരെ വ്യക്തമാണ്. പകുതി ശരീരം അമ്മയാണ്. ഇനി ആ അമ്മ തന്നെയാണ് മാതൃരാജ്യം, ആ അമ്മ തന്നെയാണ് പ്രകൃതി, ആ അമ്മ തന്നെയാണ് മാതൃഭാഷ. അപ്പോൾ മാതൃഭാഷ നഷ്ടപ്പെട്ടവർക്ക് ഈ ബലം നഷ്ടപ്പെടും. 51 അക്ഷരങ്ങളും നമ്മുടെ ശരീരത്തിൽ 51 ദേവതകളിരിക്കുന്ന ഓരോ അവയവങ്ങളുടെ അധിദേവതകളിരിക്കുന്ന സ്ഥാനങ്ങളാണ്. കൃത്യമായി അക്ഷരശുദ്ധിയോടുകൂടി, അതായത് ക ഖ ഗ ഘ ങ എന്നെഴുതിയാൽ കായ്ക്ക ഗായ്ക്ക ങയല്ല, കക്ക ഗംഗങ്ങയുമല്ല. അങ്ങനെ കൃത്യമായി ഉച്ചരിച്ചാൽ 51 അവയവങ്ങളുടെയും അധിദേവതകൾ ഈ അക്ഷരമന്ത്രങ്ങൾ കൊണ്ട് അവർ തൃപ്തപ്പെടുമെന്നും അതോടുകൂടി ആ അവയവങ്ങൾക്ക് രോഗങ്ങളുണ്ടാകില്ല എന്നും ഒരു ഭാഷാശാസ്ത്രമുണ്ട്. ഭാഷ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, തെറ്റായി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഭാഷ ഒരു ശരീരശാസ്ത്രമാണ്, ആരോഗ്യശാസ്ത്രമാണ്. എന്നും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നമ്മളുടെ ശരീരത്തിലെ പ്രാണനെ, ചൈതന്യത്തിനെ അപ്പുറത്തെ ദേവതയുമായി വിളക്കി വെക്കാനുള്ളതാണ് വിളക്ക്. അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ വരുന്നത്. അങ്ങനെ അത് വിളക്കി വെക്കാൻ തീരുമാനിച്ച് നിത്യം അക്ഷരമാല അക്ഷരശുദ്ധിയോടുകൂടി ഒരു തവണ ജപിച്ചാൽ തന്നെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ശാസ്ത്രം. അത്തരം അക്ഷരദേവതകളെ കുടിയിരുത്തിയിരിക്കുന്ന പൗർണമിക്കാവിൽ തന്നെ നമ്മൾ വരാൻ പ്രകൃതി തീരുമാനിച്ചതാണ്, നമ്മളാരും പ്ലാൻ ചെയ്തു വന്നല്ല. ഇവിടെ നിന്ന് വന്ന വിളിയാണ്, അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് മാതൃരാജ്യം, മാതൃഭാഷ, പെറ്റ അമ്മ, ഇത് തന്നെയാണ് പ്രധാനം. അതുതന്നെയാണ് സനാതന സംസ്കാരം.